ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമിക് റീൽസ്. സോ റീസെന്റ് റിപ്പോർട്ട്സ് പറയുന്നത് റൂസോ ബ്രദേഴ്സ് ഷെയർ ചെയ്ത ക്രിപ്റ്റിക് ഫോട്ടോ ഫൈനലി എക്സ്പ്ലെയിൻ ആയി എന്നാണ്. അത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ സംബന്ധിച്ചാണ്. അവർ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ലുക്ക് ഹാർഡ് എന്നാണ് ക്യാപ്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫാൻസ് എല്ലാവരും ക്ലൂസ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തു. പല തിയറീസും ഡിസ്കഷൻസും സോഷ്യൽ മീഡിയയിൽ നടന്നു. ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നത് ഈ ഫോട്ടോ ആക്ച്വലി ഡോക്ടർ ഡൂമും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരു ലബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സീൻ സെറ്റ് ആണെന്നാണ്. റൂമേഴ്സ് പ്രകാരം ആ എക്സ്പെരിമെൻറ്റ് റോങ് ആയിപ്പോയി. അതിൽ ഡൂമിൻ്റെ ഫാമിലി മരിക്കുകയും ഡൂമിൻ്റെ ബോഡി സിവിയർലി ഡാമേജ് ആവുകയും ചെയ്യും. ഇത് MCU ഡൂമിൻ്റെ ഒറിജിൻ സ്റ്റോറിയായി വരുമെന്നാണ് പറയുന്നത്. കൊമിക്സിൽ ഡൂം ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മദറിനെ മെഫിസ്റ്റോ ഡൈമെൻഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ആ എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലോർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫേസ് കാറാവുന്നു. MCU വേർഷനിൽ ഡീറ്റെയിൽസ് കുറച്ച് ചേഞ്ച് ചെയ്താലും കോർ ഐഡിയാസ് സെയിം ആണ്. ഡൂമിൻ്റെ അംബിഷൻ ഒബ്സഷൻ ഒരു കാറ്റാസ്ട്രോഫിക് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡൂമിൻ്റെ ലൈഫ് ഫുള്ളായി ചേഞ്ച് ചെയ്യുന്നു. റിപ്പോർട്ട്സ് പറയുന്നത് ഡൂമിന് വൈഫും ചൈൽഡും ഉണ്ടായിരുന്നു. അവരെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ആക്സിഡൻറ്റ് നടക്കുന്നത്. അത് സ്റ്റോറിയിൽ ഇമോഷണൽ വെയിറ്റ് കൂടുതൽ ആഡ് ചെയ്യും. പിന്നെ ഇത് വേറെ പല റിപ്പോർട്ട്സ് ആയിട്ടും കണക്ട് ചെയ്യുന്നു. അതായത് R616 ഹീറോസ് ആർക്കും ഡൂമിൻ്റെ ഫേസ് കാണാൻ കഴിയില്ല. പക്ഷേ ഓഡിയൻസ് ഇത് കാണും. മാർവൽ ഓൾറെഡി കൺഫേം ചെയ്ത് റോബർട്ട് ഡൗണി ജൂനിയർ ഡോക്ടർ ഡൂമായി വരുന്നു. അതുകൊണ്ട് ഓഡിയൻസിന് ടോണി സ്റ്റാർക്ക് പോലെ തോന്നുന്ന വില്ലനാണ് എന്നത് ഹൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സ്റ്റോറിയിൽ ഡൂം മാസ്ക് റിമൂവ് ചെയ്യാതെ അവഞ്ചേഴ്സിൻ്റെ മുന്നിലിരിക്കും. ഇത് ഡ്രമാറ്റിക് ഐറണി ക്രിയേറ്റ് ചെയ്യും. ഓഡിയൻസിന് അറിയുന്ന ഇൻഫർമേഷൻ ഹീറോസിനും അറിയില്ല. ഡൂം മാസ്ക് യൂസ് ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. കാരണം കൊമിക്സിലും അദ്ദേഹം സ്കാർസ് ഹൈഡ് ചെയ്യാൻ മാസ്ക് ധരിക്കുന്നു. റിപ്പോർട്ട്സ് പറയുന്നത് ഡൂമിൻ്റെ ആർമർ അദ്ദേഹത്തിൻ്റെ ഡാമേജ്ഡ് ബോഡി സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സ്പെരിമെൻറ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോഡി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. അവഞ്ചേഴ്സ് കരുതുന്നത് മാസ്ക് ഡൂമിൻ്റെ ജീവൻ നിലനിർത്തുന്നു എന്നാണ്. പക്ഷേ മാസ്ക് മെയിൻലി സ്കാർഡ് ഫേസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓഡിയൻസിന് കോൺസ്റ്റന്റ് ടെൻഷൻ ഫീൽ ചെയ്യും. അവഞ്ചേഴ്സ് എപ്പോൾ മനസ്സിലാക്കും ഈ വില്ലൻ ടോണി സ്റ്റാർക്കിന് സിമിലർ ഫേസ് ആണുള്ളതെന്ന്. ഓവറോൾ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് ഇൻകേഷൻസും മൾട്ടിവേഴ്സ് കൊളാപ്സും ആണ് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഡൂം ഫസ്റ്റ് ഇൻകേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും, അദ്ദേഹത്തിന് യൂണിവേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടി. അത് എർത്ത് 828 ആയിരിക്കാം എന്നാണ് സ്പെക്കുലേഷൻ. പക്ഷേ മൾട്ടിവേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്ത ടെക്നോളജി എക്സ്പെരിമെൻറ്റ് തന്നെ റോങ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഫാമിലി മരിക്കുന്നു. അതിനുശേഷം ഡൂം ഇൻകേഷൻസിന് റെസ്പോൺസിബിൾ ആയി ചെയ്ത ഹീറോസിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, പർട്ടിക്കുലർലി ക്യാപ്റ്റൻ അമേരിക്കയും ലോക്കിയും. റിപ്പോർട്ട്സ് പ്രകാരം ലോക്കി ഒരു ഓൾഡർ സ്റ്റീവ് റോജേഴ്സിനെ വേറെ യൂണിവേഴ്സിൽ മൂവ് ചെയ്യുന്നു, TVA ടൈം ലൈൻ പ്രൂൺ ചെയ്യാതിരിക്കാം. പക്ഷേ അത് അൺഇൻറ്റഡ് ആയി ഇൻകേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഈവൻറ്റ് കൊണ്ട് ഡൂമിൻ്റെ യൂണിവേഴ്സ് ഡേഞ്ചറിലായാൽ ഡൂമിന് സ്റ്റീവ് റോജേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ റീസൺ കിട്ടും. അതോടൊപ്പം ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും പ്രീവിയസ് മൾട്ടിവേഴ്സ് ഇൻസിഡൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരും ബ്ലെയിം ചെയ്യപ്പെടും. ഈ അപ്രോച്ച് ഡൂമിനെ ഒരു സിമ്പിൾ വില്ലനാക്കുന്നില്ല, പകരം കോംപ്ലക്സ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യും. അദ്ദേഹം ആക്ച്വലി മൾട്ടിവേഴ്സ് സേവ് ചെയ്യാൻ ട്രൈ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാജിക് പാസ്റ്റ്, ഫാമിലി ലോസ്, മൾട്ടിവേഴ്സ് ഒബ്സഷൻ എല്ലാം കാണിച്ച് റൂസോ ബ്രദേഴ്സ് ഓഡിയൻസിന് ഡൂമിനെ സിമ്പത്തൈസ് ചെയ്യാൻ കൂടുതൽ ചാൻസ് കൊടുക്കും. പക്ഷേ ഫൈനലി അദ്ദേഹം അവഞ്ചേഴ്സിനെ കൺഫേം ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് ത്രെട്ടായി മാറും. സോ ഈ പുതിയ അപ്ഡേറ്റ്സ് പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻസ് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് തിയറി ലോഡ്സ് സ്റ്റേ റിയൽ വിത്ത് us.